വൈകുന്നേരമാണേ. ഇവിടെ ഈ ചൂടായതുകൊണ്ട് പൊടിക്കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ പൊടി ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് എത്ര വൃത്തിയാക്കിയാലും അടിഞ്ഞുകൊണ്ടേയിരിക്കുക. ഡിന്നറിന് ചിക്കൻ കറിയും ചപ്പാത്തിയോ. അതിനായിട്ട് ഞാൻ പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ ലെഗ് പീസാണ് ഞാൻ കറി വെക്കാൻ എടുത്തത്. കടായി വെച്ചു. നമ്മുടെ ആ ചതച്ച് വെച്ച പേസ്റ്റ് എണ്ണ ചൂടായതിനു ശേഷം നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുത്തിട്ട് 2 സവാള എടുത്തു. വലിയ സവാള ആയതുകൊണ്ട് നല്ല രീതിയിലുണ്ട് അതിൻ്റെ. അത് നന്നായിട്ടൊന്ന് വഴണ്ട് തരണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, 1 തക്കാളി. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ബേസിക് മസാലാസ് ചിക്കൻ കറിക്ക് ചേർക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് പച്ചമണം മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഗ്രേവി ഒന്ന് കുറുക്കിയിട്ടാണ് നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ കാല് കറി അത് നമ്മുടെ ചിക്കൻ കാലിലേക്കൊക്കെ നന്നായിട്ടൊന്ന് മസാല കോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, ആ കാലിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഇറങ്ങും. 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മണത്തിനായിട്ട്. പിന്നെ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒതുക്കി ഇളക്കി കൊടുക്കാം. ഒരു 20 മിനിറ്റിനകം തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കിട്ടും. റെഡി. ചപ്പാത്തി കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. നേരത്തെ അങ്ങ് ചിക്കൻ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. അപ്പം അങ്കുതേ നാട്ടിൽ പോകുന്നതിന് മുന്നേ മലയാളം പഠിക്കുക. രാക്കെ പറഞ്ഞു കേരളത്തിൽ പോകണമെങ്കിൽ നന്നായിട്ട് മലയാളം പഠിക്കണമെന്ന്. അപ്പോൾ കുറച്ച് നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെ ഓടിപ്പോയി അവനത് ഇടയ്ക്കിടയ്ക്കത് വായിക്കുക കേട്ടോ. എന്താ അങ്കു പഠിക്കുന്നത്? ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അക്ഷരമാലയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. രാഖയ്ക്ക് അവൻ നന്നായിട്ട് മലയാളം എഴുതണം, വായിക്കണം, പറയണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. രാഖയുടെ അമ്മ NSS ഒറ്റപ്പാലം കോളേജിലെ മലയാളം ലെക്ചറായിരുന്നു. നേരെ പറ മലയാളം. എന്തിനാ? We're going to Kerala for less than 2. ഞങ്ങൾ രണ്ടുപേരും നല്ല മലയാളം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ബാക്കിയുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ പിള്ളേർക്ക് അങ്ങനെ പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മുടെ ഒരു പ്രശ്നമായിട്ടല്ല. നമ്മൾ എത്ര പഠിപ്പിച്ചാലും മിങ്കിൾ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. ഇപ്പം നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ അവിടുത്തെ ആ ഭാഷയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് റെഡി ആകത്തില്ല. പിള്ളേർക്കത് പെട്ടെന്ന് അത് പിടിച്ചെടുക്കും. അതാ ചപ്പാത്തിയും കൂടെ പെട്ടെന്ന് അങ്ങ് ചുട്ട് വെക്കുക. അപ്പോൾ പിന്നെ രാക്കെ വരുമ്പോഴത്തേക്കുള്ള ധൃതി വേണ്ടല്ലോ. കാസറോളിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചൂടായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇവിടെ അല്ലെങ്കിലും വലിയ ചൂടൊന്നും ആർക്കും ഇഷ്ടമല്ല. ചെറിയ ചൂട് എന്തായാലും കാണും. കുറച്ച് നെയ്യൊക്കെ തടവി ഇവിടെ ഉള്ളൊരു പറാട്ട ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. ആ രീതിയിലാണ് രാക്കയ്ക്ക് ഇഷ്ടവും. പിന്നെ ഫുൾക്ക ഒന്നും വലിയ താല്പര്യമില്ല രാക്കയ്ക്ക്. പുറത്തുനിന്ന് നമ്മൾ ഇവിടുന്ന് ഫുൾക്കയൊക്കെ വാങ്ങുമ്പോൾ തന്നെ വലിയ ടേസ്റ്റ് ഒന്നും തോന്നാറില്ല. നമ്മുടെ ചപ്പാത്തി തന്നെ എപ്പോഴും ടേസ്റ്റ്. അപ്പം ഞാൻ ഈ രീതിയിലാണ് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ടിവിയുടെ റിമോട്ടിൻ്റെ ബാറ്ററി അത് കുറച്ച് പ്രശ്നമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഇരിക്കുക. അപ്പോൾ എന്തായാലും അങ്കു ഇന്ന് അതങ്ങ് മാറ്റാൻ തീരുമാനിച്ചു. മടി കാരണം പിന്നെ ഇന്നിങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാ. ഇതിപ്പോൾ ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. എന്തായാലും അവൻ തന്നെ അതേ പൊളിച്ചിടുക. ഇട്ടോ അങ്ങനെ അത് ശരിയായി. അടപ്പ് വെച്ച് അടയ്ക്കാം. എൻ്റെ അടപ്പ ഇവിടെ. ഓക്കെ, അത് വീണ് നല്ലതായിട്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, ഡൺ. രാഖി വന്നപ്പോൾ കുറച്ച് റോസ് മിൽക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത പാല്, ചെറിയ ഐസ് കെട്ടി തുടങ്ങിയ പാല് മിക്സിയിലോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ഗുലാബ് ജെല്ലുണ്ടല്ലോ, റോസ് സിറപ്പ്, അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അങ്ങ് അടിച്ചെടുത്തു. പിന്നെ അത് സെർവ് ചെയ്യാം. നല്ല റിഫ്രഷിങ്ങും കൂളിങ്ങും ഈ സമയത്ത്. കുറച്ച് റോസ് ജെല്ല് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കൊടുക്കുമ്പോൾ ഒരു ഗുമ്മിരിക്കട്ടെ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. രാത്രി ഭയങ്കര കാറ്റായിരുന്നു. മുഴുവൻ പൊടിയാണ് കിച്ചണിലും താഴെയും ഒക്കെ. എന്തായാലും കിച്ചണൊക്കെ ഒന്ന് തുടച്ചതേ ഞാൻ തട്ടിക്കളയുക. എത്ര അടച്ചിട്ടാലും പൊടി കയറും. രാത്രി നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ശബ്ദം കേൾക്കാമായിരുന്നു നമുക്ക്. അങ്ങനെ പൊടിയൊക്കെ തുടച്ച് ഒന്ന് വെള്ളവും കൂടെ തൊട്ട് തുടച്ചിട്ടാണ് ഞാൻ പാല് കാച്ചാൻ വെച്ചത്. ചായ ഇട്ട് അങ്കുവിൻ്റെ പാലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും നോക്കണം. രാഖയ്ക്ക് ഓഫീസിൽ പോകണം.
പതിവ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. രാഖിക്ക് 2 ദോശ ഇട്ട് കൊടുത്ത് കുറച്ച് ചട്നിയും കൂടെ അരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്കുവിന് ദോശ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവന് വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഇനി. രാഖി പോകാനായിട്ട് റെഡിയായി, വിളക്കൊക്കെ കത്തിച്ച് ഇറങ്ങി. എന്നും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതിലാണ് നമ്മുടെ തല പുകയുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ. ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ അങ്കുവിനെ ബാഡ്മിൻ്റനും സ്വിമ്മിങ്ങിനും അതുപോലെ തന്നെ ട്യൂഷനും ഒന്നും അയക്കുന്നില്ല. അകത്ത് തന്നെ ഇരിക്കുക. തലേദിവസം രാത്രിയിലത്തെ 2 ചപ്പാത്തി ബാക്കി വന്നു. അത് ഞാനൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. കൈ വെച്ചിങ്ങനെ പിച്ചി ഈ രീതിയിൽ. പിന്നെ ഒരു കടായി വെച്ച് കുറച്ച് എണ്ണ വെച്ചു. അതിലേക്ക് ഒരു സവാള അരിഞ്ഞൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ ചില്ലി ചപ്പാത്തി, കുത്തി ചപ്പാത്തി അതുണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. ഹെൽത്തിയാണ്. കൂടെ മുട്ടയും കൂടെ ഒരെണ്ണം കൂടെ പൊട്ടിച്ചൊന്ന് ചിക്കി കൊടുത്താൽ കുറച്ചും കൂടെ ഹെൽത്തി ആവുമല്ലോ. അപ്പം നമ്മുടെ ആ മസാല കൂട്ടിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന ചപ്പാത്തിയും കൂടെ പീസ് ചെയ്ത് കൈ വെച്ചിങ്ങനെ പിച്ചി ഇട്ടാൽ കേട്ടോ. ഒന്ന് ഇളക്കി മസാല കോട്ട് ചെയ്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ചിക്കി എടുക്കുക. മുട്ട പെട്ടെന്ന് ഇങ്ങനെ വിട്ട് വരും. ആദ്യം ഒന്ന് പിടിച്ചാലും പിന്നെ നന്നായിട്ട് അങ്ങ് വിട്ട് വരും. ഇത്രേ ഉള്ളൂ, നമ്മുടെ കുത്തിയപ്പാത്തി റെഡി. ടേസ്റ്റിയാണ്. പിള്ളേർ കോരി കഴിച്ചോളൂല്ലോ ചെറിയ ചൂടോടുകൂടി. വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ തേനീച്ചക്കൂട് കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ ഞാനിത് കാണിച്ചിട്ടുണ്ട്, വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതങ്ങ് കൂട്ടുകാരായി എൻ്റെ. കാരണം നോക്കി വലിയ പേടിയൊന്നുമില്ല. ആദ്യം കാണുമ്പോൾ ഒരുമാതിരിയായിരുന്നു, മേലൊക്കെ പെരുത്ത് വരുമായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ അങ്ങ് ഇഷ്ടമായ. കുത്തു കിട്ടാതിരുന്നാൽ മതി. പക്ഷെ അത് വലുതായി വരിക കേട്ടോ. ഡെയിലി ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ ആ ഒരു വണ്ണം വെച്ചുകൊണ്ട് വരികയാണ്. വലിയ പ്രാണികളാവുന്ന പോലെയാണ് തോന്നുന്നത്. ഞാൻ കുറച്ച് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങ് അടച്ചു. കുത്ത് കിട്ടിയാലോ. പിന്നെ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ബാൽക്കണിയിലൊക്കെ നെറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് അകത്തോട്ട് കയറത്തില്ല കേട്ടോ. കിച്ചൺ ബാൽക്കണിയിലും മറ്റേ റൂമിലെ ബാൽക്കണിയിലും. നമ്മുടെ മെയ്ഡ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഇന്ന് കുറച്ച് പണിയായിരുന്നു കേട്ടോ. കാരണം തറ മുഴുവൻ പൊടിയായിരുന്നു. അപ്പോൾ നന്നായിട്ട് അടിച്ച് വാരിയിട്ടേ തുടയ്ക്കാൻ പറ്റത്തുള്ളായിരുന്നു. ലഞ്ചിനായിട്ട് ഞാൻ കുറച്ച് രാജ്മ, നമ്മുടെ ചുമന്ന രാജ്മ, റെഡ് രാജ്മയും വൈറ്റ് രാജ്മയും രണ്ടും കൂടെ രാത്രിയിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കഴുകി കുതിർത്തി ഞാൻ തലേദിവസം ഇട്ടത് നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. രാജ്മ നന്നായിട്ട് കുതിരണം, എന്നാലേ വേഗത്തുള്ളൂ, ടേസ്റ്റും ഉള്ളൂ. അപ്പോൾ അത് ഒന്നും കൂടെ കഴുകി ഞാൻ കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, തക്കോലം ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഒരു ബെഡി ഇലാച്ചി എന്ന് പറഞ്ഞ ഇവിടെ ഒരു സംഭവം കിട്ടും. അത് പ്രത്യേക ഒരു ഫ്ലേവറായ രാജ്മയ്ക്ക്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 വിസിലോടുകൂടി നമ്മുടെ രാജ്മ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആവി മാറി തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഇടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, സവാള വഴറ്റി, തക്കാളി വഴറ്റി, നമ്മുടെ മസാലയ്ക്ക് വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു കായപ്പൊടി, ഒരു നുള്ളു ജീരകപ്പൊടി. അതായത് നോർത്ത് ഇന്ത്യൻ ആണല്ലോ ഈ രാജ്മ മസാല എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഈ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലൊരു 2 വിസിലും കൂടെ കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവിയൊക്കെ മാറി തുറന്ന് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ നമ്മുടെ രാജ്മ മസാല റെഡിയാവും. കൂടെ റൈസാണ്, രാജ്മ റൈസാണ് എപ്പോഴും കോമ്പിനേഷൻ. നമ്മുടെ വെന്ത് വന്ന രാജ്മ തുറന്നിട്ട് ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കാം കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചോറുമായിട്ടുണ്ട് ഇനി ഊറ്റിയെടുത്തിട്ട് നമ്മുടെ ലഞ്ച് കഴിക്കാം. അപ്പം ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. അതിൻ്റെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ രാജ്മ റൈസ് എന്ന് പറയുന്നത്. ഒരു സവാള ഞാനേ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ കൂടെ ഈ സവാള കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. തൈരും ഉണ്ട്. വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇതിനാവശ്യമില്ല. ഒരു ബൗളിൽ തൈരെടുത്തു, പിന്നെ കുറച്ച് സവാള അരിഞ്ഞു വെച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ രാജ്മ റൈസും കൂടെ കഴിച്ചാൽ മതി. ഇവിടുത്തുകാരുടെ രാജ്മ ചാവൽ നോർത്ത് ഇന്ത്യയിലെ ഫേവറേറ്റും ഫേമസും ആയിട്ടുള്ള ഒരു ഡിഷിലൊന്നാണിത്. സിമ്പിൾ ലഞ്ച്. നാട്ടിൽ പോകുന്നതിന് മുന്നേ എല്ലാം അങ്ങ് കഴുകിയിട്ടിട്ട് വല്ലതെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് തുണി ഉണ്ടെങ്കിൽ അപ്പോഴപ്പോഴങ്ങ് കഴുകിയിടും. വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയും ഇരിക്കുമല്ലോ. അപ്പോൾ എന്നും ഞാൻ കുറച്ചുള്ള തുണി അങ്ങ് കഴുകിയിടും. ഒരു തേങ്ങ ഇരിക്കുന്നതൊന്ന് പൊട്ടിച്ച് നോക്കാം.
നല്ലതാണെങ്കിൽ നമുക്ക് കുറച്ച് അരിയും പയറും ഇട്ട് പായസം വെക്കാമെന്ന് വിചാരിച്ചു. വെള്ളമൊക്കെ ഉണ്ട്, നന്നായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെള്ളമുള്ള നല്ലൊരു തേങ്ങയാണ് ഈ പ്രാവശ്യം കിട്ടിയ കേട്ടോ. എത്ര പ്രാവശ്യമാണ് എനിക്ക് തേങ്ങ പൊട്ടിക്കുമ്പോൾ വിഷമം വന്നിട്ടുള്ളത്. ഇത് നല്ല സൂപ്പർ തേങ്ങയാണ്. വെള്ളവും നല്ല വെള്ളം കിട്ടിയിട്ടുണ്ട്. അങ്കു ബോറടിച്ചിട്ട് എന്തോ ബുക്ക് ഇപ്പോൾ എടുത്ത് വായിക്കുക. അവന് അകത്തിരുന്ന് മടുത്തു. കേരളത്തിൽ എങ്ങനെയെങ്കിലും എത്തിയാ മതി. അരിയും പയറും ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട്, നമ്മുടെ പച്ചരിയും നമ്മുടെ ചെറുപയറും സ്പ്ലിറ്റഡ് ചെറുപയറും ഉണ്ടായിരുന്നു, അതും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ നന്നായിട്ട് കഴുകി വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. 3-4 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഈ സമയത്ത് അത് ഇട്ടാൽ. എന്നിട്ടത് കുക്കർ അടച്ചിട്ട് വേവിച്ചെടുത്തു. നന്നായിട്ട് വെന്ത് കിട്ടി. കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ശർക്കരപ്പൊടി. വെള്ള ശർക്കരയാവില്ല, കളറൊന്നും കിട്ടത്തില്ല, പക്ഷെ ടേസ്റ്റ് നല്ലതാണ്. കല്ലും മണ്ണും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് തിളപ്പിച്ചരിച്ച് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. സിമ്പിളായിട്ട് കേട്ടോ, ഒരു ശർക്കര ചോറ്, ശർക്കര കഞ്ഞി എന്നൊക്കെ പറയാം. പിന്നെ തേങ്ങ നമ്മൾ പൊട്ടിച്ച നല്ല തേങ്ങയായിരുന്നല്ലോ, അത് അരമുറി ഞാനിങ്ങനെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തു. ഞാൻ മിക്സിയിൽ ആ തേങ്ങ തിരുകാറില്ല, മിക്സിയിലാണ് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാറ്. പിന്നെ അത് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ നമ്മുടെ ഗ്യാസ് തീർന്നു പോയി. പിന്നെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഉണ്ടാക്കി എടുത്തു. രാക്കെ വന്നിട്ടേ ഞാനത് ഫിക്സ് ചെയ്യുന്നുള്ളൂ. എനിക്ക് ചെറിയ പേടി ഒറ്റയ്ക്ക് വെക്കാൻ. അങ്ങനെ കുറച്ച് അരിയും പയറും പായസമൊക്കെ കുടിച്ചിട്ട് തുണി മടക്കാനായിട്ട് വന്നു. കുറച്ചേ ഉള്ളൂ. അങ്കുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവൻ കളിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള തുണികളൊന്നും ഇല്ലല്ലോ, വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നും കുറച്ച് ഞാൻ അങ്ങ് അടിച്ചിടും. ഇപ്പോൾ നാട്ടിൽ പോകുന്ന ഡ്രസ്സൊക്കെ ഇനി ഒന്ന് അടുക്കി വെക്കണം. എല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. അതിന് മെല്ലെ ഒരു മൂഡ് വരുമ്പോഴേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ചില സമയത്ത് ഒരു മൂഡ് വരുമല്ലോ, അപ്പോൾ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്കുവിന് വൈകുന്നേരം ഒരു സ്നാക്ക് ഉണ്ടാക്കണമല്ലോ. ടോട്ടില്ല റാപ്പ് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് സ്റ്റഫ് ചെയ്ത് എന്തെങ്കിലും ടോട്ടില്ല റാപ്പ് പോലെ ചെയ്യാന്ന് വെച്ചിട്ട് കുറച്ച് ചിക്കൻ്റെ ഷ്രെഡ് ചെയ്ത് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തലേദിവസം ചിക്കൻ വെച്ചില്ലേ, അതിൽ നിന്ന് മാംസം മാറ്റി ഞാൻ ഷ്രെഡ് ചെയ്ത് വെച്ചതാ. ഇതാണ് ടോട്ടില്ല റാപ്പ്. കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ഇപ്പോൾ. ഇത് ഓൾറെഡി കുക്ക്ഡാണ്. ചെറുതായിട്ട് നമ്മുടെ തവയിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ നെയ്യോ വേറെ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട. കുറച്ച് ക്രിസ്പി ആയിട്ട് അത് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ചിക്കൻ മീറ്റ് ഉണ്ടല്ലോ ഷ്രെഡ് ചെയ്ത്, അതിലേക്ക് ഒരു സവാളയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ. നമ്മുടെ ടോട്ടില്ല റാപ്പ് തിരിച്ചും മറിച്ചും ഇട്ട് ചൂടാക്കി എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അതാണ് അത്. നമുക്ക് ഈ കുറേ പേരുകളുണ്ടല്ലോ, ബൂരിട്ടോ ടാക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങല്ലോ, അതിൻ്റെയൊക്കെ ബേസാണിത്. ബേസ് ഷീറ്റ് എന്ന് പറയത്തില്ലേ, അതാ ഈ സംഭവം. അത് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് നമ്മുടെ മയണൈസും സോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ മീറ്റും കൂടെ ഒന്ന് വെച്ചിട്ട് റോൾ ചെയ്തോ മടക്കിയോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ആദ്യം മയണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് സോസും ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടമാണല്ലോ. വീട്ടിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. എന്നും ഞാൻ ഇത് കൊടുക്കാറില്ല, വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമം തോന്നുന്നു അങ്ങനെ കൊടുക്കുന്ന കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്തോട്ട്. സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു മെനു ഉണ്ടല്ലോ, ആ രീതിയിലാണ് ഞാൻ അവന് കൊടുത്ത് വിടാറുള്ളത് സാധാരണ. ഇതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചതും ഉള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. വൈകുന്നേരം 7 മണി കഴിഞ്ഞു. സൂര്യൻ അസ്തമിക്കുന്നേ ഉള്ളൂ. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. തേനീച്ചയ്ക്ക് പിന്നെ സൂര്യ വെളിച്ചവും കാറ്റും ഒന്നും ഒരു വിഷയമല്ല, അത് പറന്നിങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് അതിനെ ഒന്നും വന്ന് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. ഇപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.